ഹലോ ഗൈസ്, ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. കാരണം മുല്ലപ്പെരിയാർ എന്ന ഡാമിൻ്റെ വിഷയത്തെപ്പറ്റി ജനങ്ങൾ വളരെ കാര്യഗൗരവത്തോടു കൂടി എടുത്തിരിക്കുകയാണ്. ഇന്ന് വിവിധ ജില്ലകളിൽ മുല്ലപ്പെരിയാർ ഡാമിന് കുറുകെ പുതിയൊരു ഡാം പണിയണമെന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം 2 ദിവസം മുമ്പ് ഒരു അപകടം നടന്നിരുന്നു. തുംഗഭദ്ര ഡാമിൻ്റെ ഷട്ടറിൻ്റെ ചങ്ങല തകർന്ന് വലിയൊരു അപകടമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ ഡാമിൻ്റെ 33 ഗേറ്റുകളും തുറന്ന് പരമാവധി ജലം പുറത്തൊഴുക്കിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു അപകട ഭീഷണി നിൽക്കുന്നൊരു ഡാമാണ് മുല്ലപ്പെരിയാർ. അതാണ് ജനങ്ങൾ ഇന്ന് വളരെ കാര്യഗൗരവത്തോടുകൂടി എടുത്തിരിക്കുന്നത്. കാരണം മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ കേരള ജില്ല മൊത്തം മുങ്ങും. പിന്നെ കുട്ടികൾക്ക് ചരിത്ര പുസ്തകത്തിൽ കേരളം എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് എഴുതി പഠിക്കേണ്ട ഗതികേടുണ്ടാവും. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഒന്നില്ലേ ഡാമിൻ്റെ കുറുകെ പുതിയൊരു ഡാം പണിയുക, അല്ലെങ്കിൽ പരമാവധി ജലം പുറത്തേക്ക് ഒഴുക്കി വിടുക. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗം. കാരണം ഒരു ഡാമിൻ്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് 80-90 വർഷം വരെയൊക്കെയാണ്. മുല്ലപ്പെരിയാർ ഡാം വന്നിട്ട് ഏകദേശം 150 വർഷത്തോളം ആകാറായി. അത് വളരെ ഒരു അപകട ഭീഷണി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിന് കുറുകെ പുതിയൊരു ഡാം പണിയണമെന്നത് ജനങ്ങൾ തന്നെ ആ വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കുക. അതിനു വേണ്ടിയിട്ട് വിവിധ പ്രതിഷേധങ്ങൾ നടത്താൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും താങ്ങും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തരും. ബൈ ബൈ.